ഹലോ ഫ്രണ്ട്സ്, ഇന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികളെക്കുറിച്ചാണ്. ജനനം 1853 ഓഗസ്റ്റ് 25. ജന്മസ്ഥലം കൊല്ലൂർ, കണ്ണൻമുലിലുള്ള കൊല്ലൂർ എന്ന സ്ഥലത്ത്. ഭവനം ഉള്ളൂർക്കോട്. പിതാവ് വാസുദേവൻ നമ്പൂതിരി, മാതാവ് നങ്ങേമ്മ പിള്ള. യഥാർത്ഥ നാമം അയ്യപ്പൻ. ബാല്യകാല നാമം കുഞ്ഞൻപിള്ള. ആദ്യകാല ഗുരു പേട്ടയിൽ രാമൻപിള്ള ആശാൻ. രാമൻപിള്ള ആശാൻ്റെ കുടിപ്പള്ളിക്കൂടത്തിൽ പഠിക്കവേ ക്ലാസ് ലീഡർ എന്ന അർത്ഥത്തിൽ ചട്ടമ്പി എന്നായിരുന്നു. ചട്ടമ്പി സ്വാമികളെ ഷൺമുഖദാസൻ എന്നു വിശേഷിപ്പിച്ചത് തൈക്കാടയ്യ. സർവവിദ്യാധിരാജ എന്ന പേര് നൽകിയത് എട്ടരയോഗം. സർവവിദ്യാധിരാജൻ, ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ. കാഷായം ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവുമില്ലാത്ത സന്യാസി, സദ്ഗുരു, കേരളീയ യോഗിവര്യൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. സർവജ്ഞനായ ഋഷി, പരിപൂർണ കലാനിധി എന്നും വിശേഷിപ്പിച്ചത് ശ്രീനാരായണ ഗുരു. ചട്ടമ്പി സ്വാമികളുടെ ഗുരു തൈക്കാടയ്യ സ്വാമികൾ സംസ്കൃതത്തിലും വേദോപനിഷത്തുക്കളിലും യോഗവിദ്യയിലും. ചട്ടമ്പി സ്വാമികളുടെ ഗുരു സുബ്ബജട പാടികൾ. തമിഴ് വേദാന്തശാസ്ത്രം അഭ്യസിപ്പിച്ച ഗുരു സ്വാമിനാഥ ദേശികർ. സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി ജോലി ചെയ്ത നവോത്ഥാന നായകൻ. മർമ്മവിദ്യ പഠിപ്പിച്ചത് ആത്മാനന്ദ സ്വാമി അല്ലെങ്കിൽ കുമാരവേലു എന്നും അറിയപ്പെടുന്നു. ഹഠ് യോഗവിദ്യ അഭ്യസിപ്പിച്ചത് തൈക്കാടയ്യ. തലപ്പന്തുകളി, കുഴിപ്പന്തുകളി, ഗുസ്തി, കിളിത്തട്ടുകളി എന്നിവയിൽ അഗ്രഗണ്യനായ കേരളത്തിൻ്റെ സാമൂഹിക പരിഷ്കർത്താവാണ്. പട്ടിസദ്യ നടത്തിയ കേരളത്തിൻ്റെ സാമൂഹിക പരിഷ്കർത്താവ്. കേരളത്തിൻ്റെ ഫ്യൂഡൽ വ്യവസ്ഥിതിക്കെതിരെ അയിത്തം, താലികെട്ട്, കല്യാണം, തിരണ്ടുകുളി എന്നീ അനാചാരങ്ങൾക്കെതിരെ അതിശക്തമായി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവ്. തിരുവിതാംകൂറിൽ മൃഗബലിക്കെതിരെ അതിശക്തമായി പ്രവർത്തിച്ചു. ചട്ടമ്പി സ്വാമികളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി തിരുവിതാംകൂർ ദേവസ്വം കീഴിൽ വരുന്ന ക്ഷേത്രങ്ങളിൽ ജന്തുബലി നിരോധിച്ചുകൊണ്ട് സേതു ലക്ഷ്മിബായ് ഉത്തരവ് പുറപ്പെടുവിച്ചു. 1882 ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി. 1892 ചട്ടമ്പി സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടി. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ചട്ടമ്പി സ്വാമികളെക്കുറിച്ച്. അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകു മാത്രമാണ് എന്നു ചട്ടമ്പി സ്വാമികൾ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? സ്വാമി വിവേകാനന്ദൻ. തീ പോലെയുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് ചട്ടമ്പി സ്വാമികളുടെ ഏത് കൃതിയെക്കുറിച്ചാണ് പറഞ്ഞത്? വേദാധികാര നിരൂപണം. ചട്ടമ്പി സ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം വടിവീശ്വരം, തമിഴ്നാട്ടിലെ. ചട്ടമ്പി സ്വാമിയുടെ പ്രധാന ശിഷ്യൻ ബോധേശ്വരൻ, സുഗതകുമാരി ടീച്ചറിൻ്റെ അച്ഛൻ. ചട്ടമ്പി സ്വാമി സമാധിയായത് 1924 മെയ് 5. സ്മാരകം പത്മന, കൊല്ലം. സമാധി സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ചേർന്ന് സ്ഥാപിച്ച ക്ഷേത്രം ബാലഭട്ടാരക ക്ഷേത്രം. ചട്ടമ്പി സ്വാമിയുടെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം. പരശുരാമൻ്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന വാദത്തെ എതിർത്ത കൃതിയാണ് പ്രാചീന മലയാളം. ക്രിസ്തുമത നിരൂപണം അല്ലെങ്കിൽ ക്രിസ്തുമത ഛേദനം രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമിയെ ആദരിച്ച് ശ്രീനാരായണ ഗുരു രചിച്ച കൃതി നവമഞ്ജരി. ചട്ടമ്പി സ്വാമികളോടുള്ള ആദരസൂചകമായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2014 ഏപ്രിൽ 30. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനമായി പ്രഖ്യാപിച്ചു. അവർണർക്കും വേദം പഠിക്കാം എന്നു സ്ഥാപിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതി വേദാധികാര നിരൂപണം. ചട്ടമ്പി സ്വാമികളുടെ സമാധിയിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയ വിലാപകാവ്യമാണ് സമാധി സപ്താഹം.
അതുപോലെ ചട്ടമ്പി സ്വാമികളുടെ സമാധിയിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ശ്രീനാരായണ ഗുരു രചിച്ചത് സമാധി ശ്ലോകം. ചട്ടമ്പി സ്വാമികളുടെ ജീവചരിത്രം എഴുതിയത് കെ മഹേശ്വരൻ നായർ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.